പാർട്ടി സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഓരോരോ ചോദ്യം ചോദിക്കേണ്ടതായിരുന്നില്ല. ഞാൻ പറഞ്ഞതാ പാർട്ടി സ്റ്റാൻഡ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പറഞ്ഞതാണ് പാർട്ടി സ്റ്റാൻഡ്. അത് വിമർശിച്ചോട്ടെ, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാറ്. ഓരോന്ന് പറയുന്നത് വിമർശിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലല്ലോ പാർട്ടി സ്റ്റാൻഡാണ്. ഞാൻ പറയില്ല ഇപ്പം. ഞാൻ പറഞ്ഞിടത്തോളം പറഞ്ഞു, അതിനപ്പുറം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാറാട് പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നതാണ്, മാറാട് കലാപത്തിന്റെ കാലം UDF-ന്റെ കാലമായിരുന്നല്ലോ. നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും UDF-ന്റെ കാലത്തല്ലേ? അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം? അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ ആ കാര്യം. ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയാണ് കലാപം ഉണ്ടാക്കിയ. ഈ ഏത് പത്ര? മീഡിയ വണ്ണോട് ശരിക്കും പറയേണ്ടതുണ്ട്. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല നിലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഒരാശയം ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അല്ല, ഇങ്ങനെ ഇതിനെക്കാട്ടും വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് മാത്രം മനസ്സിലായി, ലോകത്തിന് മനസ്സിലാവാനാണ് ഇത് പറയുന്നത്. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണു ചേർക്കാനായാൽ ആശയം കേവലമായ ആശയമായിട്ട് നിൽക്കല്ല ചെയ്യുക, അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിട്ട് മാറും. അതാണ് സാമൂഹിക വികാസത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിയമം. അതുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ജമാഅത്തെ ഇസ്ലാമുകാർ ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ആശയതലത്തിലുള്ള ഈ പ്രവർത്തനത്തിൻ്റെ മറുപടി. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് മീഡിയ വണ്ണായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം നിങ്ങളാണ് ഈ വർഗീയവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ആശയതലത്തിലുള്ള വക്താവ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കേസെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാറ്റിനും ഓരോന്നും പറയുന്നതിനനുസരിച്ച് മുഴുവൻ കേസെടുക്കാൻ പുറപ്പെട്ട എത്രയായിരം കേസെടുക്കണം? അത് ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ശക്തിയായിട്ട് എതിർക്കണം. ജമാഅത്ത് ആശയത്തെ ആശയം കൊണ്ട് തന്നെ എതിർക്കണം. എല്ലാം നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു തിരിച്ചറിയും വേണ്ട. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന് AK ബാലൻ പ്രസ്താവന നടത്തി. LDF കണ്ണൂർ പറഞ്ഞത് പാർട്ടിക്കും മുന്നണിക്കും അങ്ങനെ അഭിപ്രായമില്ല. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിനെ വെറുതെ കുറെ അഭിപ്രായം പറയേണ്ട കാര്യം. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിങ് കൊടുക്കാനല്ലേ? അതിനെന്നെ കിട്ടൂല. അതാ പറഞ്ഞ പച്ച മലയാളം വർത്താനം പറഞ്ഞിട്ട് തള്ളൂല. എന്തിനാളുന്നു? അയാളെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? അഭിപ്രായം പറയണം. രണ്ടല്ല ഒന്നാണ്. കാരണം അയാളെ അഭിപ്രായം പറഞ്ഞു, പാർട്ടിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. അല്ലാണ്ട് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായം അല്ല ഉള്ളത്. അതാ കാര്യം. ജമാഅത്ത് ഇസ്ലാമിനെ പറ്റുന്നൊന്നും ചോദിക്കാണ്ടില്ല. ആണ് മതരാഷ്ട്രം മാത്രമല്ല, ലോകത്താകെ മതം ലോകം ഉണ്ടാവണം എന്നാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാട് UDF-ന്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം. അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. ചെറിയ പ്രശ്നം മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിന് ഒരു സ്വാധീനമൊന്നുമില്ല. ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനമില്ല. ആശയം തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനസ്സിലായില്ലേ? അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. തെറ്റിദ്ധാരണയല്ലേ, പൂർണ്ണ ധാരണയല്ലല്ലോ. ആ തെറ്റിദ്ധാരണ വേഗം മാറിക്കോളും. ജനങ്ങൾ മാറും. ഇപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ ബാംഗ്ലൂരിലെ
മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ, അല്ലേ? പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിൻ്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത്.